യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനം ഞാൻ എന്നിട്ട് മടങ്ങി വരാം. സ്തോത്രം. ഇന്ന് പകൽ ചിലരോട് പറയുകയാണ്, നിന്റെ ശുശ്രൂഷയുടെ നിലവാരം മാറാൻ പോവുക, നിന്റെ പ്രാർത്ഥനയുടെ നിലവാരം മാറാൻ പോവുക. എഴുതിയിട്ടോ, നിന്റെ തലയ്ക്ക് മുകളിൽ മന്ത്രശക്തി അല്ല, ഒരുവൻ ചിറക് വിരിച്ചു നിൽക്കുക. മനസ്സിലായവര് സ്തോത്രം ചെയ്യ. ഇന്ന് പകൽ ചർച്ചിന്റെ മീതെ ഒരുവൻ ചിറക് വിരിച്ചു. അതുകൊണ്ടാ ഇവിടെ രോഗസൗഖ്യം നടക്കുന്നേ, അതുകൊണ്ടാ ഇവിടെ ബന്ധനം അഴിയുന്നേ. ഞങ്ങൾ പാസ്റ്റർമാരെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു വീടിനകത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോയി, കോതമംഗലം. അവിടെ ചെന്നപ്പോൾ അവരൊരു സാക്ഷ്യം പറഞ്ഞു. അന്നേരം ഞാനും ആ സാക്ഷ്യം കേൾക്കുന്നേ. അവർക്ക് രണ്ടുപേർക്കും നടുവിൻ്റെ ഡിസ്കിന് പ്രശ്നമായിരുന്നു. എഴുന്നേക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. എറണാകുളത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് അവരെ മുമ്പോട്ട് വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചു. കൊല്ലം 10-15 ഇന്ന് വരെ പിന്നൊരു ബാക്ക് പെയിൻ ഉണ്ടായിട്ടില്ല. അതാര് ചെയ്തെന്നാ പറയുന്നേ? ഞാനൊരു ദൂത് നിന്നോട് പറയാം, തമ്പുരാൻ ചിറക് വിരിച്ചു നിൽക്കുവാണേ, ഇവിടുന്ന് പല അത്ഭുതങ്ങൾ നടക്കും. ഒരാമയും വരുന്നില്ല. നിന്റെ പാഴായ അവസ്ഥ മാറാൻ പോവുക. നിന്റെ ശൂന്യമായ ഈ ചിലരുടെ വിടുതലിനൊക്കെ നമ്മളിങ്ങനെ മാസങ്ങൾ, ഇങ്ങനെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ വിടുതലിനായിട്ട് ചില യോഗത്തിലൊക്കെ ഭയങ്കര ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ ഒന്നി അവർക്ക് അന്ന് തിരക്കായിരിക്കും, അല്ലേ അവർ അപ്പുറത്തെ മുറിക്കകത്ത് പോയി വാതിലും അടച്ചവിടെ തുറങ്ങും. ഞാനൊക്കെ ഈ യോഗം കഴിയുമ്പോൾ ഇവിടെ ഏതോ ഭയങ്കര സാധനം ഇവനെ കൊണ്ട് നടക്കുക. കാരണം അന്നത്തെ ദിവസം പിന്നെ ഇവർക്കൊരു ഉണർവാകുണ്ടാകുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന ഉടനെ വെക്കണം. അന്നേരം ഞാൻ പറയും സൗകര്യമില്ലെന്ന്. നിങ്ങളാരും മിണ്ടുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. 38 വർഷം ഒരുത്തൻ കൊളക്കരെ കിടക്കുക, എനിക്ക് സൗഖ്യമാകണം. എടാ, ആഗ്രഹം ദൈവം മനസ്സിലാക്കിയാൽ കുളത്തിലല്ല, നിന്റെ അടുക്കൽ വരും. നീ ഒരു സ്പെഷ്യൽ കേസാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇന്ന് ഈ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഈ ദിവസങ്ങളിൽ നിന്റെ വീടിന്റെ മുകളിൽ എന്തോ ചിറക് വിരിക്കാൻ പോവാ. ഓ, മനസ്സിലായ ഒരു സ്തോത്രം ചെയ്യ. ഇതുവരെ നടക്കാത്തത് നിന്റെ കുടുംബത്തിൽ ഇന്ന് നടക്കണം. ഇതുവരെ സംഭവിക്കാത്തത് നിന്റെ തലമുറയില് ഞാൻ ആത്മാവിൽ കാണുക. അസാധാരണമായതെന്തോ, നടക്കത്തില്ലെന്ന് പറഞ്ഞതെന്തോ